ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, ഞാൻ കുറച്ച് ക്യാബേജും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയില ആവശ്യമാണ്. വെള്ളം വച്ച് അതിൽ തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പിടാൻ മറക്കരുത്. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഊറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന പച്ചക്കറികൾ വഴറ്റിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കുരുമുളക് ചേർക്കുക. നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്തുകൊള്ളണം. എനിക്ക് കുറച്ച് മതിയാവും, അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് കുറച്ച് മാത്രം മസാല ഇടുവാണ്. അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തുകൊള്ളുക. ഇത്ര അളവ് വേണം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാവുന്നതാണ്. കുറച്ച് മാത്രം മല്ലിപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തുകൊള്ളുക. പിന്നീട് കാശ്മീരി മുളക് പൊടിയാണ്, അതും ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ബിരിയാണി മസാല ഉള്ളവരാണെങ്കിൽ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കണം. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല മാത്രം മതിയാവും. ഞാൻ കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുകയും തുറന്നുകൊണ്ട് ഇളക്കുകയൊക്കെ ചെയ്യണം. പിന്നീട് നമുക്ക് അത് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ മറ്റോ ഒഴിച്ചുകൊണ്ട് 2 മുട്ടയോ 3 മുട്ടയോ ചേർത്ത് കുരുമുളക് ഉപ്പ് ഇട്ടത് ചിക്കിയെടുക്കണം. നമുക്ക് വേറൊരു പാനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എളുപ്പത്തിന് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ടത് ചിക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ തൊട്ടടുത്ത് ഇരിക്കുന്ന മിശ്രിതമായിട്ട് നന്നായിട്ട് ഇതങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചോറ് ഇതിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മുട്ട ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ ഞാൻ കുറച്ച് ഇതിനകത്ത് തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. റൈസ് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് വീണ്ടും മസാലകളൊക്കെ കുറവ് തോന്നിയാൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുരുമുളകും ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റൈസിന് ഇങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് കഴിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റൈസാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുന്തിരി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മല്ലിയില കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ചൂടോടെ കഴിക്കാവുന്നതാണ്. ഇതിന് സലാഡും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.